നേരെ തെക്കോട്ട് പോവാണ്. വടക്കൻ കേരളം കഴിഞ്ഞു, മധ്യ കേരളം കഴിഞ്ഞു, ഇനി തെക്കൻ കേരളത്തിലേക്ക് പോവാം. തെക്കൻ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഇക്കുറി ആവേശകരമാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കഴിഞ്ഞ വട്ടം ഉണ്ടായ മുന്നേറ്റം നിലനിർത്താൻ ഇടതു മുന്നണിയും തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ആവർത്തിക്കാൻ UDF ശ്രമിക്കുമ്പോൾ A+ മണ്ഡലങ്ങളിൽ ഇക്കുറി NDAയും വിജയപ്രതീക്ഷയിലാണ്. അമ്പലപ്പുഴ, ആറന്മുള, ചാത്തന്നൂര്, നേമം, കാട്ടാക്കട തുടങ്ങി ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന നിരവധി മണ്ഡലങ്ങളുണ്ട്. 10 വർഷത്തെ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ മികവിൽ ഭരണവിരുദ്ധ വികാരം ഇല്ലെന്നും ഇത് LDF ക്യാമ്പിന് നേട്ടമാകും എന്നാണ് ഇടതു ക്യാമ്പിന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരത്ത് നാടാർ സമുദായത്തിന്റെ പിന്തുണ ലഭിച്ചാൽ നേട്ടമുണ്ടാക്കാമെന്നൊരു പ്രതീക്ഷ UDF പങ്കുവയ്ക്കുന്നുമുണ്ട്. വികസനത്തിന്റെ മോദി മാതൃകയാണ് NDA ക്യാമ്പിന് പ്രതീക്ഷ നൽകുന്നത്. തെക്കൻ കേരളത്തിന്റെ ഹൃദയത്തിൽ എന്തെന്ന് VS അനു പറഞ്ഞു തരും. അനു, ഗുഡ് മോർണിംഗ്. തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും കണ്ട കാഴ്ചയല്ല തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും ഇടതു മുന്നണിക്ക് ഒരു മുൻതൂക്കം നൽകുന്ന ഒരു മേഖലയാണ്. ഇക്കുറി അത് മാറുമോ ഇല്ലയോ എന്നുള്ളതാണ് അറിയേണ്ടത്. പ്രതിപക്ഷ നേതാവ് അടക്കം അല്ലെങ്കിൽ UDF ഒന്നടങ്കം അവിടെ നേരത്തെ ഉണ്ടായിരുന്ന പോലെയല്ല ഇത്തവണ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ കഴിയുമെന്നും കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ അവിടെ എത്തി റോഡ് ഷോയും ഒക്കെയും നടത്തിയ സാഹചര്യമൊക്കെയാണ്. റോഡ് ഷോ നടത്തുകയും പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് NDA സംബന്ധിച്ചും നല്ല വളക്കൂറുള്ള മണ്ണാണ്, ആത്മവിശ്വാസമുള്ളൊരു മണ്ണാണ് തെക്കൻ കേരളം. ഒരു പൊതു സാഹചര്യം എന്താണ് VS അനു ഈ അവസാന മണിക്കൂറുകളിൽ? ഗുഡ് മോർണിംഗ് സേതു. ഏതായിരുന്നാലും കേരളത്തിലെ അടുത്ത ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കാൻ നാളെ മലയാളി വിധിയെഴുതാൻ വേണ്ടി പോവുകയാണ്. ഈ വിധിയെഴുതുമ്പോൾ നമുക്കറിയാം തലസ്ഥാനം പിടിച്ചാൽ ഭരണം സംസ്ഥാനം പിടിച്ചും എന്നുള്ളതാണ് ഒരു പഴഞ്ചൊല്ല് പോലെ തന്നെ പറയപ്പെടുന്നത്. കാരണം തിരുവനന്തപുരം പിടിച്ചാൽ ഭരണത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയും. നിലവിൽ 14 സീറ്റുകൾ, നിലവിലാകെ ഒരിടത്ത് മാത്രമാണ് UDF ഉള്ളത്. 2021 വലിയ ഇടത് തരംഗത്തിൽ 13 സീറ്റും LDF ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തവണ കളം മാറും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഈ പറയുന്ന സംസാരം. അതിൽ ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒരു വലിയ പൊളിറ്റിക്കൽ ഇവന്റ് അല്ലെങ്കിൽ ഒരു അതിഗംഭീരമായൊരു മൂവ്മെന്റ് UDF ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഈ CSI സഭയുടെ സെക്രട്ടറി ആയിട്ടുള്ള പ്രവീണിനെ കന്യാകുമാരി ജില്ലയിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി എന്നുള്ളതാണ്. കാരണം എന്തുകൊണ്ട് അതൊരു വലിയ നീക്കമായി മാറി എന്നുള്ളത് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ പാറശാല, നെയ്യാറ്റിൻകര, കാട്ടാക്കട, അരുവിക്കര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വളരെ നിർണായക ശക്തിയാണ് ഈ പറയുന്ന നാടാർ വിഭാഗം. അങ്ങനെയുള്ള പ്രവീണിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ വലിയ അട്ടിമറി സാധ്യതകൾ, അതായത് കാട്ടാക്കടയിൽ, നെയ്യാറ്റിൻകരയിൽ, അതുകൂടാതെ തന്നെ ഈ പറയുന്ന അരുവിക്കരയിൽ ഉൾപ്പെടെ നേടാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ UDF ക്യാമ്പ് പ്രതീക്ഷ വയ്ക്കുന്നത്. അരുവിക്കരയിലും വിജയപ്രതീക്ഷ ഉണ്ട് എന്ന് പറയുന്നു. അതേസമയം മറ്റ് മണ്ഡലങ്ങളിലും തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ വിജയിക്കാമെന്ന് UDF കണക്കുകൂട്ടുന്നുണ്ട്. കോവളം നിലനിർത്താൻ വേണ്ടി കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. മാത്രമല്ല വാമനപുരം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ പോലും ഒരു അട്ടിമറി സാധ്യത അവർ പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ UDF ഒരു അനുകൂല കാറ്റ് തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടാകാം. ഇനി മറ്റൊരു വശം പരിശോധിച്ച് നമുക്കറിയാം നേമം മണ്ഡലം, അതായത് ഏറ്റവും പ്രധാനമായും BJP അക്കൗണ്ട് തുറന്ന പിന്നീട് പൂട്ടിച്ച ഒരു മണ്ഡലമാണ്. BJPക്ക് അല്ലെങ്കിൽ നേമത്ത് വലിയ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. നേമം, കഴക്കൂട്ടം മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ വിജയസാധ്യത ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നേരത്തെ സേതു പറഞ്ഞതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതാക്കളെത്തി പ്രചണ്ഡമായ പ്രചരണം നടത്തിയ മണ്ഡലങ്ങളാണ് ഈ നേമവും കഴക്കൂട്ടവും ഒക്കെ. അവിടെ വിജയസാധ്യതയുണ്ട്. പക്ഷേ അതേസമയം അവിടെ മറ്റൊരു തരത്തിലുള്ളൊരു കൺസോൾട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ശിവൻകുട്ടിക്ക് ഇത്തവണയും നേമത്ത് നിന്ന് വിജയിച്ച് കയറാൻ വേണ്ടി കഴിയും. അങ്ങനെ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന ഒട്ടനവധി മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. കൊല്ലത്ത് നോക്കൂ, 11 മണ്ഡലങ്ങളിൽ ആകെ 2 സീറ്റുകൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ UDF-നുള്ളത്. സമാനമായി ഇടത് കോട്ട അല്ലെങ്കിൽ ഇടത് 2011 വലിയ UDF തരംഗം ഉണ്ടായപ്പോൾ പോലും 2 സീറ്റുകൾ മാത്രമാണ് UDF-ലേക്ക് പോയത്. അങ്ങനെ ഒരു ഇടത് സ്വഭാവം കാക്കുന്ന മണ്ഡലമാണ് ജില്ലയാണ് കൊല്ലത്തും ഇത്തവണ UDF വലിയ വിജയപ്രതീക്ഷ വെക്കുന്നുണ്ട്. ഈ ചവറ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് പറയുന്ന പത്തനാപുരത്ത് ഒരു അട്ടിമറി വിജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ അത് അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക്
സ്ഥിതിക്ക് ഈ രണ്ട് ജില്ലകൾ അതിൻ്റെ ഇടത് സ്വഭാവം നിലനിർത്തുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. മറ്റൊരു ജില്ല പത്തനംതിട്ടയാണ്, 5 സീറ്റുകൾ. നിലവിൽ അവിടെ ആറന്മുള ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ അട്ടിമറി സംഭവിക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഇതൊന്നും ഉണ്ടാകില്ല. ഈ കേരളം മുന്നോട്ട് വെച്ച വികസന മാതൃകകൾ കണ്ട് ജനം LDF അനുകൂലമായി തന്നെ വോട്ട് ചെയ്യുമെന്ന് ഇടത് കോട്ടകളും അല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങളും പ്രതീക്ഷ വയ്ക്കുന്നു. BJPയും ഈ പറയുന്ന ആറന്മുളയിൽ ഉൾപ്പെടെ അട്ടിമറി ഉണ്ടാകുമെന്ന് പറയുന്നു. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ ചാത്തന്നൂരിൽ വലിയ വിജയപ്രതീക്ഷ BJP വെക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് നേരത്തെ പറഞ്ഞ നിയമവും കഴക്കൂട്ട കൂടാതെ വട്ടിയൂർക്കാവ്, കാട്ടാക്കട മണ്ഡലങ്ങളിൽ പോലും അവർ വിജയപ്രതീക്ഷ വെക്കുന്നു. അങ്ങനെ വളരെ നിർണായകമായ ഈ ആര് ഭരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഒരു നിർണായകമാവുക തെക്കൻ ജില്ലകളിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സേതു, ഓക്കെ, ശരി. അനു, ഇപ്പം നമ്മൾ മൊത്തം സാഹചര്യങ്ങൾ, സംസ്ഥാനത്തെ മൊത്തം സാഹചര്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു. നമ്മുടെ പ്രേക്ഷകരും അതുമായി ബന്ധപ്പെട്ടുള്ള കമൻറ്റുകളൊക്കെ ഇട്ടിട്ട്, അപ്പം ഞാൻ അതും കൂടെയൊക്കെ ഈ ഒരു ഘട്ടത്തിൽ വായിച്ചു വെക്കുമായിരുന്നു. മൊത്തത്തിൽ കേരളത്തിൻ്റെ ഹൃദയം എന്താണ് എന്നറിയാൻ നമ്മൾ 4-ാം തീയതി വരെ കാത്തിരിക്കണം. പക്ഷേ നമ്മൾ നാളെയൊക്കെ പോയി എല്ലാവരും വോട്ട് രേഖപ്പെടുത്തും എന്നുള്ളതാണ്. ഓരോ വടക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും അതേപോലെ തന്നെ തെക്കൻ കേരളത്തിലെയും മൊത്തത്തിലുള്ളൊരു കാര്യങ്ങൾ പറയുകയായിരുന്നു VS അനുവും റഹീമും അതേപോലെ സരീഷ് PKയും.